ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ അറിയാം ഏറെ വിവാദമായതാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവും അതിൻ്റെ തുടർ വിവാദങ്ങളും. ഈ സംഭവത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ പോലീസിൻ്റെ കേസ് എടുത്ത നടപടിയാണ്. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ ലളിതാംബികയാണ് ഏറെ വിവാദപരമായ വിചിത്രമായ ചില മറുപടികളൊക്കെ പറഞ്ഞ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല എന്ന സാഹചര്യമുണ്ട്. സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് കൈമാറും. ചികിത്സാ പിഴവിന് ഇരയായ ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുക. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, ഇന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ ആരാണ് കുറ്റക്കാരെന്ന ഒരു വ്യക്തത ആ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ തുടർ നടപടി നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ലളിതാംബികയ്ക്കെതിരെ മാത്രം എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നതാണ്. സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ നീക്കങ്ങളും സംഭവങ്ങളും നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇതുണ്ടാവുന്നത്. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് വരുമെന്ന് കരുതുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി ആർക്കൊക്കെയാണ് ഇതിൽ വീഴ്ച എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയല്ലേ ഉണ്ടാവാൻ സാധ്യത? സജിത്ത്, ഇന്ന് ഇപ്പോൾ യുവതിയുടെ അതായത് ഉഷയുടെ ശസ്ത്രക്രിയ കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു, ഗർഭാശയം നീക്കം ചെയ്ത ശസ്ത്രക്രിയയിലാണോ ഇത് സംഭവിച്ചെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് പ്രധാനമായി നൽകാനുള്ളത് അന്നത്തെ ഒരു ടീമിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ആരൊക്കെ ഇതിനകത്ത് ഉത്തരവാദികളായി വരുന്നുണ്ട് എന്നുള്ള പരിശോധനകളുമാണ് ആലപ്പുഴയിൽ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി ഉള്ളതെന്ന് പറയുന്നത് ഇന്നലെ തന്നെ റിപ്പോർട്ട് കൈമാറണമെന്ന് DME നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് ആലപ്പുഴയിൽ നിന്നും ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിലുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആർഎംഒയാണ് അവരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം, ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ ടീമിൽ ഉണ്ടായിരുന്നു. അവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതായത് സസ്പെൻഷൻ അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഉള്ള ആളുകൾക്കെതിരെയുള്ള നടപടി വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ പോലീസ് നടപടിക്രമങ്ങളിലേക്കും ഇവിടെ കടന്നിട്ടുണ്ട്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഗൈനക്കോളജി വിഭാഗം ഹെഡായിരുന്ന ആ യൂണിറ്റിന്റെ ഹെഡായിരുന്ന ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ആ പോലീസ് കേസിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ആരോഗ്യ വകുപ്പിൽ ഇല്ല എന്നുള്ളതാണ്. റിട്ടയർഡ് ആയ ഒരു എംപ്ലോയി ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും അതിന് പുറത്ത് പോലീസിന് മാത്രമാണ് അത് അന്വേഷിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉഷയുടെ സഹോദരന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അവര് ഈ പൂർണ്ണമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സമർപ്പിക്കുമ്പോൾ ഇതിനകത്ത് ഒരു അന്തിമ തീരുമാനം അറിയാൻ കഴിയും. അതാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ഇനി പ്രതീക്ഷിക്കുന്നത്. ശരണ്യ, ഒരു കാര്യം കൂടി, മുൻ മേധാവി ലളിതാംബികയ്ക്കെതിരെയാണ് പോലീസിൻ്റെ കേസ്. മറ്റുള്ളവർക്ക് സസ്പെൻഷൻ നടപടിയാണ്. മറ്റ് വകുപ്പ് തല നടപടികളൊന്നും അവർക്കെതിരെ സാധ്യമല്ല. വിരമിച്ച ഉദ്യോഗസ്ഥയാണ്. ആ ഒരു രീതിയിലാണ് പോലീസ് കേസ് അവർക്കെതിരെ തന്നെ ഉണ്ടാവുന്നത്. ഒപ്പം ഈ പരാതിക്കാരുടെ മൊഴിയും പണം നൽകിയെന്നും മറ്റുമുള്ള മൊഴികളും അവർക്കെതിരെയാണല്ലോ. അതുകൊണ്ടാവാം കേസ് അങ്ങനെയായി മാറിയത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഡോക്ടർക്കെതിരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവർ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ ഉഷയുടെ മകൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് സംഭവിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടറെ ആണ് മുഴയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ആദ്യം ഉഷ സമീപിക്കുന്നത്. തുടർന്ന് ഡോക്ടർ ലളിതാംബികയുടെ റെഫറൻസ് പ്രകാരമാണ് അവരുടെ തന്നെ യൂണിറ്റായ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇവർ ശസ്ത്രക്രിയയ്ക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ആ ശസ്ത്രക്രിയയുടെ തലേ ദിവസവും ഇവരിൽ നിന്ന് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പണം നൽകിയിട്ടുണ്ടെന്ന് ഈ കുടുംബം ആരോപിക്കുന്നു. അത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾ ശരിയാണോ എന്നടക്കമുള്ള പരിശോധനകൾ ആവശ്യമുണ്ട്. അതിന് ഒരു എക്സ്റ്റേണൽ ഏജൻസി തന്നെ അത് പരിശോധിക്കുന്നത് കൊണ്ട് തന്നെയാണ് പോലീസ് ആ കേസ്, കാരണം ഈ ഒരു സർജറിയിലേക്ക് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചതും അതും ഇവരുടെ അണ്ടറിലാണ് സർജറി നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ
ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് വരുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ ഈ വിഷയത്തെ കാണുന്നു. കാരണം പാവപ്പെട്ട ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായ വീട്ടമ്മയാണ് 5 വർഷക്കാലം ഖത്രിയയ്ക്ക് സമാനമായ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണവുമായി അത് വയറ്റിൽ വെച്ച് അവർക്ക് നടക്കേണ്ടി വന്നിട്ടുള്ളത്. അത് അതിന് ആ കാലയളവിലെല്ലാം അവർ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ, വേദന, ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, കാരണം അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ, രക്തവാർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗുരുതരമായ വിഷയങ്ങൾ അവർ അനുഭവിച്ചു. ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ് ഇതിനകത്ത് പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. ഒരുപക്ഷെ ആദ്യം ഒരു ചികിത്സയിലേക്ക് പോയില്ലെങ്കിൽ ഇത് ആരും അറിയാതെ നടന്നു പോകും, അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുമായിരുന്നു. അതിനുശേഷം വന്ന ഡോക്ടർ ലളിതാംബികയുടേതായിട്ട് വന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ വലിയ പ്രകോപനം ആളുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്കൊക്കെ സർക്കാർ കടന്നിട്ടുള്ളത്. എന്തായാലും മറ്റു കേസുകളിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി ശക്തമായ നിലപാടാണ് ഇതിലെടുത്തിട്ടുള്ളത്. സജിത്. ശരണ്യ, ഒപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലേക്ക് നിലവിൽ ഉഷ കടന്നിട്ടില്ല. അവർക്ക് ഏറ്റവും സുരക്ഷിതമായ ശസ്ത്രക്രിയ നടത്താനാവും, പെട്ടെന്ന് ഭേദപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് ഡോക്ടർമാരും പങ്കുവയ്ക്കുന്നത്. നിലവിൽ ആലപ്പുഴയിൽ നിന്നും കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിൽ ഉണ്ടാകുമല്ലേ? അതിന്റെ പുരോഗതി എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ നമുക്ക്? നിലവിൽ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങൾ പറയുന്നില്ല. കാരണം പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഇതിനകത്ത് ഇങ്ങനെ ഒരു ഉപകരണം വയറിനകത്ത് കിടക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും അതിനകത്ത് മറ്റ് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂ ഒക്കെ അതിന് ചുറ്റുമായി വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആധികാരികമായി പറയാൻ നമ്മൾ ആളല്ല എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ കൂടി അവരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ബോഡിയിൽ ഒരു സാധനം അകത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായി ശരീരത്തിൽ ഉണ്ടാകുന്ന സാധാരണ ഇത്തരത്തിൽ ടിഷ്യൂകളൊക്കെ ഇതിനെ കവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നിലവിലെ ഉഷയുടെ അവസ്ഥയെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല. ഇത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ ഇന്ന് വിജയകരമായി തന്നെ ഒരു എക്സ്പെർട്ട് ടീം തന്നെ അവിടെ ഉണ്ട്. അവർക്ക് അത് വിജയകരമായി തന്നെ ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതിന് പുറത്തെടുക്കാനും കാര്യങ്ങളിലേക്ക് പോകാനും കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഗർഭാശയം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയിലാണ് അന്ന് ഉഷ വിധേയായത്. ഒപ്പം തന്നെ ഉഷ 3 കിലോയോളം വരുന്ന ഒരു വലിയ മുഴയും ഉണ്ടായിരുന്നു. അത്രയും നീക്കം ചെയ്ത് ആണ്, ഓവറികൾ ഉൾപ്പെടെ നീക്കം ചെയ്താണ് ആ ശസ്ത്രക്രിയ അന്ന് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ഒരു ഭാഗത്തേക്കാണ് ഇത് ഉള്ളിലേക്ക് അത് കിടക്കാമെന്നൊക്കെയാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നമ്മളോട് വിശദീകരിച്ചത്. അതിനെ സംബന്ധിച്ച് നമുക്ക് ആധികാരികമായി ശാസ്ത്രീയമായി പറയാൻ കഴിയില്ല. അവരങ്ങനെയാണ് നമ്മളോട് വിശദീകരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതുണ്ട്. എന്തായാലും അവരനുഭവിച്ച 5 വർഷക്കാലം അവരനുഭവിച്ച വേദന ഉണ്ട്. എന്തായാലും അവരനുഭവിച്ച 5 വർഷക്കാലം അവരനുഭവിച്ച വേദന തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തെന്ന് പോലും കണ്ടെത്താനാവാതെ അവർ പറഞ്ഞ വാക്കുകൾ നമ്മളെ ഏറെ സങ്കടപ്പെടുന്നതായിരുന്നു. അതായത് പാമ്പേഴ്സ് ഉപയോഗിച്ചാണ് താൻ തൊഴിലുറപ്പ് ജോലിക്ക് ഉൾപ്പെടെ പോയിരുന്നതെന്ന് പറഞ്ഞ ആ വീട്ടമ്മ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അവരുടെ ഒരു അതീവ ദയനീയമായ ഒരു സാഹചര്യമാണ്. സർക്കാർ ആശുപത്രികളെ, പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിന് ഇപ്പോൾ ആശ്രയിക്കുന്നത് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ 5 വർഷ കാലയളവിൽ ആശുപത്രിക്കെതിരെ ഉയർന്നു വരികയും ഒപ്പം തന്നെ മൃതദേഹം അടക്കം മുന്നിൽ വെച്ച് ആളുകളെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മരണങ്ങളെ സംബന്ധിച്ച ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ഘട്ടത്തിലും അവരൊക്കെ ചികിത്സ തേടി എത്തുന്നത് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകളായതുകൊണ്ട് തന്നെയാണ്. എന്തായാലും എല്ലാവരും സഹായിച്ചിട്ട് അവരുടെ ശസ്ത്രക്രിയ വിജയകരമായി അവിടെ തന്നെ എറണാകുളത്ത് തന്നെ അത് സ്വകാര്യ ആശുപത്രിയിൽ സുരക്ഷിതമായ സാഹചര്യത്തിൽ പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പോലും ഈ ഉണ്ടായ അനാസ്ഥ ഒരിക്കലും വിട്ടുകളയാനാവാത്തത്ര ഗുരുതരമാണ്. സജിത്. യെസ്, ശരണ്യ സൂചിപ്പിച്ചതാണ് സാഹചര്യം. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിലുണ്ടാകുന്ന തുടർ നടപടി പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന ന്യായം പറഞ്ഞ് ഡോക്ടർമാർക്ക് മാറി നിൽക്കാനാകുമോ എന്ന ചോദ്യമാണ്. കാരണം മെഡിക്കൽ കൗൺസിൽ എന്ന ഔദ്യോഗിക ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ പ്രാക്ടീഷണർമാരായി ഇറങ്ങുന്ന ഡോക്ടർമാർക്ക് എത്ര തന്നെ സംവിധാനങ്ങളുടെ വീഴ്ചയുണ്ടെങ്കിലും ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തമില്ലേ? 2, നമ്മുടെ സംവിധാനങ്ങളുടെ വീഴ്ചയാണ്. അതിൽ ആരോഗ്യ വകുപ്പ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണ്. എന്തായാലും ഈ വരാൻ പോകുന്ന റിപ്പോർട്ടിൽ എന്ത് നടപടി എന്നതിൽ വ്യക്തത ഉണ്ടാവും. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന ചോദ്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവണം. എന്തായാലും അത് സംബന്ധിച്ച തുടർ നടപടികൾ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.